ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ഞെട്ടിക്കുന്നൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു പ്രൊമോ വരുന്നു. അത്രയും ഞെട്ടിക്കുന്നൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ജിൻഡോയും നമ്മുടെ ഗബ്രിയും അവർ രണ്ടുപേരും സ്പോട്ട് ഫിക്ഷനിൽ ലാലേട്ടൻ്റെ നിർദ്ദേശപ്രകാരം അവരെടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് പ്രൊമോയിൽ വന്നിരിക്കുന്ന കാര്യം. എൻ്റെ പൊന്നൊരു മനുഷ്യൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ചീത്ത വിളിക്കണം, അല്ലെങ്കിലും 18+ കാര്യങ്ങൾ പറയണ ആൾക്കാർ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയും എല്ലാവരും അതിൻ്റെ ഒരു ടാഗ് കൊണ്ടുപോയിട്ട് ജിൻഡോയുടെ കഴുത്തിലും ഗബ്രിയുടെ കഴുത്തിലും കൂടുതൽ അത് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലാലേട്ടൻ തന്നെ ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ല രീതിയിൽ സന്തോഷത്തിലല്ല ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഇവർക്ക് രണ്ടു പേർക്കും കുറേ കാർഡുകൾ, ഈ ഒരു കാർഡ് കിട്ടിയതിന് പിന്നെ മറ്റുള്ളവരെല്ലാം ഇവർക്കാണ് കൂടുതൽ അത് കൊടുത്തത്. അത് കണ്ടപ്പോഴത്തേക്കും ലാലേട്ടൻ പറഞ്ഞു ഇവർ രണ്ടുപേരെയും, അതായത് അവിടെ ഒരുപാട് ചീത്തവിളിയും കാര്യങ്ങളും നടക്കാറുണ്ട്. എല്ലാം ബീപ്പ് സൗണ്ട് ഇട്ടിട്ടാണ് അധികവും കേൾക്കാറ്. 2-3 മിനിറ്റോളം അങ്ങനെ ബീപ്പ് സൗണ്ട് ഇടേണ്ട ഒരു ഗതികേട് എന്ന് പറയാം, ഗതികേട് വന്നിട്ടുണ്ട് ബിഗ് ബോസിന്. അപ്പോൾ ഇത് പെട്ടെന്നായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും സ്പോട്ട് ഫിക്ഷനിലൂടെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നതടക്കം കാണിച്ചിട്ടുണ്ട് പ്രൊമോയിലും. ഇനി ഇവർ സീക്രട്ട് റൂമിലെങ്ങാനും ആക്കാനുള്ളൊരു തന്ത്രമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം നാളെ എന്തായാലും നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ വൈൽഡ് കാർഡിൻ്റെതൊക്കെ കാണിക്കാം. ഇന്ന് ഓൾറെഡി വൈൽഡ് കാർഡും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നാളെയാണത് കാണിക്കാം. അപ്പോൾ നാളെ അത് കാണിക്കണ സമയത്ത് ഇനി എന്താണ് ഇവരിനി അവിടെ സീക്രട്ട് റൂമിലിരുന്നിട്ട് അതൊക്കെ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണോ, അതോ ഇവർ രണ്ടുപേരെയും സ്പോട്ട് ഫിക്ഷനിൽ ശരിക്കും പുറത്താക്കിയോ എന്നുള്ള കാര്യങ്ങളിലൊരു തീരുമാനം നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എപ്പിസോഡ് വന്നാലേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളോ കൺഫർമേഷനോ കാര്യങ്ങളോ എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. പക്ഷെ മിക്കവാറും ഇത് കണ്ടിട്ട് നമുക്ക് ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല എന്ന് പറയാം. അങ്ങനത്തെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആയ പ്രൊമോ അല്ല. ബിഗ് ബോസ് ആയതുകൊണ്ടും അതിൻ്റെ പ്രൊമോ ആയതുകൊണ്ടും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇത് എടുത്ത് രണ്ടെണ്ണത്തിനെയും പുറത്ത് കളയുന്ന രീതിയിലേക്ക് ഇത് പോയേക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് രാത്രി കണ്ടു തന്നെ അറിയാം. കെട്ടിപ്പിടിച്ച് ഗബ്രി എന്ന് പറഞ്ഞിട്ട് കരയുന്ന ജാസ്മിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം നമ്മൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.